കത്തി കേറും. അയ്യോ അയ്യോ പേടിച്ചു പോയി. ഗോപാലനാശാനായിരുന്നു. ഞാൻ വിചാരിച്ച്. നീ എന്നാ വിചാരിച്ച? ഞാനങ്ങ് തൊലഞ്ഞു പോയെന്നോ? അല്ല ആശാനെ, ഈ ഫോറസ്റ്റുകാരും എക്സൈസുകാരും ഇങ്ങനെ കയറി നിരങ്ങുകയല്ലേ, എത്ര കൊടുത്താലും മതിയാവില്ല. കൊണ്ടുപോട്ടറാ, നീ ചെയ്യുന്ന വലിയ പുണ്യപ്രവൃത്തിയൊന്നും അല്ലല്ലോ. നോക്കി നിൽക്കാതെ ഒരെണ്ണം ഒഴിക്കടാ. എന്നാ പിന്നെ അത് പറഞ്ഞാൽ പോരെ. എത്ര നാള് കൂടിയാണെന്ന് അറിയാവോ? ഞാൻ നീ മാത്രം കുടിച്ചാൽ മതിയോ? അളവൊന്നും നോക്കണ്ടറാ. ഇത് കൂടി തരാനുമില്ല. കൊണ്ടുവാ കൊണ്ടുവാ. നല്ല സ്വയംഭ സാധനമാണ്. നോക്കട്ടെ നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. നോക്കട്ടെ നോക്കട്ടെ നോക്കുന്നില്ലല്ലോ. കണ്ണുകീർക്കി കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ പറയുന്നത്? എങ്ങനുണ്ട്? അഗ്നിയാ, കത്തി ഇറങ്ങും. എന്നാലും നിന്റെ തന്ത ഉണ്ടാക്കുന്ന നെല്ലും വെള്ളത്തിൻ്റെ അത്ര പോരാ. അതുകൊണ്ടല്ലേ അങ്ങനെ നേരത്തെ അങ്ങ് പോയത്. ഞാൻ ഈ കൊലത്തൊഴിൽ തുടങ്ങിയതും. അല്ലേലും ഈ വാറ്റ് കുടിയേറ്റോ നിങ്ങൾ മീനച്ചിലുകാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലയോ? മണിയാ, ആ മരം കൊത്തി ഇതിലെങ്ങാനും വന്നോ? ഇങ്ങോട്ടെങ്ങും വന്നില്ല. അവൻ എവിടെ ഒളിച്ചാലും ഞങ്ങൾ പൊക്കും. ഒടുവിൽ ഒളിപ്പിക്കുന്നവനും തൂങ്ങും, ഓർത്തോ? ഓ ഞാൻ തന്തയില്ലാത്തവന്മാർ ഇന്നലെ വരെ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ച് നക്കിയേച്ചാ ഇപ്പൊ കൊല്ലാൻ നടക്കുന്നു. അത് പിന്നെ അവൻ കാണിച്ച പിറക്കാഴികയല്ലേ, അതും ആ കിളുന്ന് പെണ്ണിനെ. മിണ്ടിപ്പോരുത്, അവനത് ചെയ്യൂല. എനിക്ക് അവനെ വിശ്വാസമാ. ആശാനെ അവനല്ലേ ഈ പരുവത്തിലാക്കിയത്? അല്ല, അവൻ എന്റെ കൊമരന്റെ മോനാ. അതെയോ? 5 വയസ്സ് വരെ ഈ കൈക്കുള്ളിലിട്ടാ ഞാൻ അവനെ വളർത്തിയത്. കയ്യിലിട്ട് വളർത്തിയോ? ആശാൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാകത്തില്ലടാ, വരത്തന്മാർക്കൊന്നും മനസ്സിലാകത്തില്ല. ഞങ്ങളുടെ നെഞ്ചിന്റെ കടച്ചില്, ഈ മണ്ണിന്റെ മാനം, ഞങ്ങളുടെ പെണ്ണിന്റെ ദണ്ണം ഒന്നും നിനക്കൊന്നും മനസ്സിലാവത്തില്ല. പക്ഷെ എങ്കിൽ ഒക്കത്തിന് ഞങ്ങളെ പകരം വീട്ടും. എല്ലാത്തിനോടും എണ്ണി എണ്ണി കണക്ക് പറയിച്ചിട്ട് ഞങ്ങൾ അടങ്ങത്തുള്ളൂ. കണ്ടു? അതിന് ആ കൊച്ചിന്റെ അടക്കം കഴിഞ്ഞിടം മുതൽ കാടായ കാട് മുഴുവനും തിരക്ക് നടക്കുക, കറുമ്പനും കൂട്ടരും, കൂടാതെ പോലീസുകാരും. ഇനി ശക്തൻ തമ്പുരാൻ തീരുമാനിക്കാതെ മരംകൊത്തിക്ക് രക്ഷയില്ല. മരംകൊത്തി വിധിക്കും, ശിക്ഷയും അവൻ തന്നെ നടപ്പിലാക്കും. കണ്ടു? സത്യം പറ ആശാനെ, അവനെ ആശാനാന്ന് ഒളിപ്പിച്ചിരിക്കുന്നത്. എടാ മണിയാ, നിന്റെ വേല എന്നോട് വേണ്ട. നിന്റെ മടിയിലും കിലുങ്ങുന്നുണ്ടൊരു 30 വെള്ളിക്കാശ്. ഒന്ന് ചുമ്മാ അരി ആശാനെ. മരം കൊത്തിയെ ഒറ്റ കൊടുത്തിട്ട് എനിക്കെന്തോ സാധിക്കാനാ? പിന്നെ ആശാന്റെ ഈ അവസ്ഥ കണ്ടപ്പം ഞാൻ പറഞ്ഞേ. ഓ എന്നാൽ ഒഴിക്കടാ ഒന്നുകൂടെ. ആശാൻ ഒരുപാട് കാലം ആയില്ലേ ഒന്ന് സന്തോഷിച്ചത്. വേണ്ട ആശാനെ, ഈ പരുവത്തിന് ഒന്നുകൂടെ വേണ്ട. എന്നാ പരുവം? ആശാൻ ഇപ്പോഴും നല്ല ചിമിട്ടിലാടാ. രാവിലെ എഴുന്നേക്കുമ്പോ അരയ്ക്ക് താഴെ എന്തോ തളർന്ന പോലൊരു തോന്നലാ, അത്രേ ഉള്ളൂ. എനിക്ക് നേരെ തിരിച്ചാ. എന്നാ എന്നെ അങ്ങോട്ട് എടുക്കടാ അങ്ങോട്ട്. ആ പതുക്കെ വേണേടാ, ഇളിക്ക് താഴെ തളർന്ന് കിടക്കുക, അതുകൊണ്ടാണ്. അയ്യോ, ഉശിരാണത്രേ, ഉശിര്. അരക്ക് താഴെ തളർന്ന് കിടക്കുക, എന്നിട്ട് ഉശിരി വന്നിട്ട് എന്താ കാര്യം? ഉശിര്. സാറിനെ കാണുന്നില്ല. നോക്കി ഇന്ന് കൊതി വിടാതെ. തമന സാർ ഇപ്പൊ വരും. കുളി കഴിഞ്ഞു, ഇനി സേവയാകാം. ഇത് തമ്പുരാൻ സാറിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ സാധനമാണ്. തീ കണ്ടാ കത്തും. സാറൊന്ന് പിടിപ്പിച്ചേ. അപ്പൊ ഇത് ആഫീസറുടെ കുഞ്ഞിന് വേണ്ടി. പേറും പെറുപ്പും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതല്ലേ. രാവിലെ ഒന്ന് മുങ്ങണമെന്ന് തോന്നി മുങ്ങി, വൈകിട്ടൊന്ന് പൊങ്ങണമെന്ന് തോന്നി പൊങ്ങി. സാറ് പെമ്പ്രോന്നതിന്റെ പേരെടുക്കാൻ പോയെന്ന് പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയൊരു കഥയല്ലേ? നീ ഇച്ചിരി വെള്ളം എടുത്തോണ്ടേ. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടോ? എന്തേ സാറിന്റെ കാപ്പി പൂച്ചി? ഓ, ഞാൻ അവനിട്ടൊന്ന് കൊടുത്തു, ഇറങ്ങി പോയിരിക്കുക. എന്തായാലും ഇത്രയും പരാക്രമം വേണ്ടായിരുന്നു. വാവല് ചപ്പി ഈന്തക്ക പോലെ ആയില്ലേ ആ കൊച്ച്. അത് പിന്നെ ഒരു കൊതി തോന്നിയാ പിന്നെ അങ്ങനെ രാവിലെ ഒരു കേഴയ്ക്ക് പിന്നാലെ തൂക്കുമായിട്ട് ഇറങ്ങിയതാ. അപ്പൊ അതേ ഒരു മാൻപേട മുന്നിൽ. മാൻപേട മുന്നിലോ പിന്നിലോ സാറൊന്ന് വിവരിച്ചു പറ. നേരം പരവരാന്ന് വെളുത്തു വരുന്നതേ ഉള്ളൂ. അവളൊരു ഒറ്റ മുണ്ടുടുത്ത് കുളിക്കുന്നു. പിന്നെ നനഞ്ഞ പെണ്ണിനെ കണ്ട ഉണർന്നു പോകാത്ത പുരുഷനുണ്ടാകും. ഇല്ല. പുരുഷൻ ഇല്ലില്ല, സാറ് കാര്യം പറ. അതാ കാര്യം. നല്ല കാന്താരി മുളകിന്റെ പരുവം, കാട്ടുചെമ്പകത്തിന്റെ അഴക്, കാട്ടുതേനിന്റെ മധുരം. തെറ്റുപറ്റും. എന്റെ അമ്മച്ചി, ഇങ്ങനെയുടെ ഒരു യോഗമേ. എന്റെ പൊന്നു സാറേ, യോഗമുള്ളവന് എങ്ങും തേടി പോകേണ്ട കാര്യമില്ല. അങ്ങ് കൊണ്ടുപോയി കൊടുക്കും.
അതാണ് പ്രമാണം. ആ, അതൊക്കെ സാറിനെ പോലെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. എനിക്കും നിനക്കും ഒക്കെ ദൈവം പറഞ്ഞിട്ടുള്ളത് ദൈവനാ. താനത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. കൊറേ കഥയൊക്കെ ഞാനും കേട്ടിട്ടുള്ളതാ. ഓ, അത് വെറും ഒരു നേരം പോക്ക്. ഇതങ്ങനാണോ? പക്ഷെ വിഷയത്തിൽ നിന്ന് വിട്ടു അത് ബാക്കിയോടെ പറ. പെണ്ണിനോട് ഞാൻ ആവുന്നത്ര അവതാ പറഞ്ഞു നോക്കി. അവള് സമ്മതിക്കല്ല. ഈറ്റപ്പുലി പോലെ നിൽക്കില്ലേ. പിന്നെ ഞാൻ എന്നായി? ഈ ശക്തൻ തമ്പുരാൻ ഒരു ആഗ്രഹം തോന്നിയാ അത് നടത്തിയിട്ടേ അടങ്ങത്തുള്ളൂ. നടത്തിയിട്ടേ. മരത്തിലെ അപ്പനുണ്ട്, മുത്തിക്കയത്തിലെ അമ്മയുണ്ട്. ചാവുമരത്തിലെ അപ്പനുണ്ട്, മുത്തിക്കയത്തിലെ അമ്മയുണ്ട്. എന്റെ നിലവാണി ചാവുമല ഈ മണ്ണിന്റെ കാവലാൾ. ആ ഈ മരം കൊത്തി ഈ പെണ്ണിന്റെ കാവലാൾ. ഈ മരം കൊത്തി ഈ പെണ്ണിന്റെ കാവലാൾ. ഈ മരം അടിമ 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 ഇച്ചിരി മിച്ചം വെച്ചിരുന്നെങ്കിൽ നമുക്കൂടൊക്കെ ഉപ്പ് നോക്കായിരുന്നു.
അതാ മരം കൊത്തിയല്ലേ എല്ലാം പിഴപ്പിച്ചത്. നശിച്ചവനവിടെ വന്നില്ലായിരുന്നേ. ഛേ, അതിന് സാറ് തന്നെയല്ലേ ആ മാരണത്തെ തലയെ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഒന്ന് കാണാതെ മറ്റൊന്ന് ചെയ്യത്തില്ല ഈ ശക്തൻ തമ്പുരാൻ. എന്റെ അമ്മോ, അതിന് പിന്നിൽ ഒരു പെണ്ണുകേസോ മറ്റോ ആണോ? അതേടോ, അത് തന്നെ. താനന്ന് കണ്ടില്ലേ അവളെ, ആ ചന്ദനമരം പോലിരിക്കുന്ന തമ്പ്രാട്ടിക്കുട്ടിയെ? ഞാൻ അവളെ അന്നേ കണ്ടു മോഹിച്ചതാ. പക്ഷെ അവന്റെ കൈക്കോടാലിക്ക് അവള് വീണത്. അവനെ കൊണ്ട് ആ മരത്തിന്റെ പോള ചെത്തിക്കില്ല എന്ന് അന്നേ ഞാൻ തീരുമാനിച്ചതാ. എന്നിട്ടിപ്പോ അവന്റെ കയ്യിലാണല്ലോ അവള്. അതെ, അതെന്നാ വാസുനൊന്ന് പിഴച്ചതാ. അല്ലായിരുന്നെങ്കിൽ അന്നേ ഞാനവനെ തീർത്തേനെ. ഞാനവനെ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. അവനെ മനഃപൂർവ്വം വയനാടിൽ ലോറി പറഞ്ഞു വിട്ടതും അവളെ കട്ടുകൊണ്ടുവരിച്ചതും ഞാനാ. വരുന്ന വഴിക്ക് അവനെ തീർക്കാനായിരുന്നു പ്ലാൻ. പെരുവന്താനോസായി എൻ്റെ ഒരു ബന്ധുവാ. ഞാൻ അവിടെ ഏർപ്പാടാക്കിയതാ ലോറിയിൽ നിന്ന് അവനെ പൊക്കി അകത്താക്കാൻ. എന്നിട്ട് നക്സലേറ്റ് എന്നൊരു മുദ്രയും കുത്തി നല്ലോണം ഒന്ന് പെരുമാറി ജയിലിലോ കൊക്കയിലോ കൊണ്ട് തള്ളാനായിരുന്നു പ്ലാൻ. അവിടെയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല സാർ. ഓ ആ വരുന്നുണ്ട്, കൈ നീട്ട്. ആ വണ്ടി ഒതുക്കടാ. ഇറങ്ങി വേടാ, ഇറങ്ങി വരാൻ വാ. ആ നേമാൻ്റെ അടുത്തോടെയല്ലേ. നീ വാസു അല്ലേ? അതെ സാർ. വണ്ടി സ്റ്റേഷനിലേക്ക് ഇട്. സാറേ, ആ പേടിക്കണ്ടടോ, തമ്പുരാൻ സാറ് പറഞ്ഞിട്ടാ. അവനെ മതി ഞങ്ങൾക്ക്. അവളെ നിന്റെ തമ്പുരാനെ കൊണ്ടേ കൂടെ. എവിടെയാടാ രണ്ടും? വണ്ടിയിലുണ്ട് സാറേ. തമ്പ്രാട്ടി, പോലീസ്. വെക്കം വാ, വാ. തമ്പ്രക്ക് വരുവിട്ടായിരിക്കും. വാ, വെക്കം വാ. എവിടെയാണോ? സാറേ, ഇവിടെ ഉണ്ടായിരുന്നോ സാറേ? എന്നിട്ട് എവിടെ എങ്ങോട്ട് പോയി? പോയി നോക്ക്. ഇവിടെ ഉണ്ടായിരുന്നോ? സാർ, ഇവിടെ ഉണ്ടായിരുന്നോ സാറേ? എവിടെയാടാ? എന്തിയടാ? സാറേ, ഞാൻ പമ്പി നിർത്തിയായിരുന്നു. അന്നേരം ഇറങ്ങി പോയതായിരിക്കും. പക്ഷെ പണി പൊളിഞ്ഞു. അവിടെയും അവൻ രക്ഷപ്പെട്ടു. എന്നാ പിന്നെ അവളെ അവനെ എന്റെ അടുത്തുനിന്ന് എന്തിനാ രക്ഷപ്പെടുത്തിയത്? തൻ്റെ ഒരു അളിഞ്ഞ ഏർപ്പാട് കണ്ടപ്പോൾ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതാ. ഏത്? തന്റേത് ഒരു അളിഞ്ഞ ഏർപ്പാടാന്ന് എനിക്കും തോന്നി. അപ്പൊ രണ്ടുപേരും അളിഞ്ഞത്. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ അറിഞ്ഞത് സാർ ഒരു പിടിപാടുള്ള തമ്പുരാനാണെന്നും അങ്ങനെയാണ് ആക്സിഡന്റ് കേസ് തേച്ചു മാച്ച് കളഞ്ഞതെന്നും. അതൊക്കെ അറിഞ്ഞപ്പോ ഒരു ചെറിയ ബഹുമാനം തോന്നി. എൻ്റെ പൊന്നു സാറേ, അവൻ ഇരട്ടച്ചങ്കന. അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും ചാവത്തില്ല. റേഞ്ചർ സാറ് പറഞ്ഞിട്ട് കൂപ്പിലെ ആ കങ്കാണി അവനെ മറുമട വെച്ച് വീഴ്ത്താൻ നോക്കിയതാ. പക്ഷെ പറ്റിയതാർക്കാ? ആ ഗോപാലിന്. അത് ആശാൻ തളർന്നു കിടക്കുന്നത്. പക്ഷേ ഈ ശക്തൻ തമ്പുരാൻ തളരുകയല്ല. താൻ എന്നോടൊപ്പം നിന്ന ഇത് നല്ലൊരു അവസരം. ഞാനെന്ത് ചെയ്യാനാ? പറയാം. കറുമ്പനും അവന്റെ ആൾക്കാരും ഇളകിയിട്ടുണ്ട്. തമ്പുരാട്ടി ഉള്ളിടത്തോളം അവൻ ഈ കാട് വിട്ടു പോകത്തില്ല. അവന്മാര് തന്നെ അവനെ പിടിച്ച് തന്റെ കൈ തരും. തെളിവുകളെല്ലാം ആ കങ്കാണി നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പോസ്റ്റ്മോർട്ടം പോലും വേണമെന്ന് പറഞ്ഞ് ശവം അപ്പം തന്നെ കുഴിച്ചു മൂടിയത്. കസ്റ്റഡിയിലായ പുറം ലോകം കാണാത്ത വിധം കേസ് ഫ്രെയിം ചെയ്യേണ്ട ഡ്യൂട്ടി തനിക്ക. അതിന് പ്രതിഫലവും കിട്ടും. പ്രതിഫലവും പക്ഷേ പ്രതിഫലം ഞാൻ തീരുമാനിക്കും. ആ, താനൊന്ന് സമാധാനപ്പെടറോ, വഴിയുണ്ടാക്കാം. എങ്ങനെ? ഞാൻ അവളെ കെട്ടി കൂടെ പൊറുപ്പിക്കാനൊന്നുമല്ല. ഒരു മോഹം, അത്ര തന്നെ. അതിനാദ്യം അവളൊന്ന് വളയ്ക്കണം. അതിനുള്ള പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതെന്താ? അതൊക്കെ നാളെ പറയാം. തൽക്കാലം താൻ 2 എണ്ണം വിഴുങ്ങിയിട്ട് പോയി സമാധാനായിട്ട് ഉറങ്ങുക. ഇന്ന് രാത്രി തന്നെ അവനെ പൊക്കി സ്റ്റേഷനിലെത്തിക്കും. കങ്കാണിയുടെ നേതൃത്വത്തിൽ കൂപ്പിന്ന് ഒരു സംഘം ആൾക്കാരെ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. കുടി. കൈ കിട്ടിയാലോ